ചിന്തിച്ചു നോക്ക്, പെട്ടെന്ന് സുഖമില്ലാതാകുക, സദസ്സിൽ വെച്ച് കുഴഞ്ഞങ്ങ് വീഴുക. എത്ര ആളുകളുണ്ട് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ, അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ജുമായ്ക്ക് നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്നൊരു സെക്കൻഡിൽ രോഗികളാകുക. അങ്ങനെ എത്ര ആളുകളുണ്ട്. എന്താണ് അസുഖമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു. ഇന്നും മാരകമായ അസുഖമായി ബുദ്ധിമുട്ടി മാറാവ്യാധികൾ കൊണ്ട് പിടിപെട്ട് കിടക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. പക്ഷെ അയാൾക്ക് നല്ല നമസ്കാരവും ചിട്ടയൊക്കെ ഉള്ള ആളാണെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഇവിടെ ശ്രദ്ധിച്ചോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖീല ലിൽ മലക്കിൽ മുഅക്കലി ബിഹി, ആ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹു അവന് സമ്മാനിക്കുമ്പോൾ അവന് ക്ഷമിക്കുകയാണ്. അതിന്റെ മേൽ അവന് ക്ഷമ കൈക്കൊണ്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, ഏതൊരു മനുഷ്യനാണോ ആ മനുഷ്യനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, ഉക്തുബ ലഹു മാ കാന യഅമലു സഹീഹാ, അല്ലയോ മലക്കുകളെ, അവൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരോഗ്യപരമായ കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള സമയത്ത് അവൻ ചെയ്ത സർവ്വ അമലിനെയും അവൻ ഇപ്പോഴും രേഖപ്പെടുത്തണേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുകയും മലക്കവന് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ച പെണ്ണാണ്, പാവപ്പെട്ടവളാണ്, കരുമക്കാടുള്ള പാവപ്പെട്ട സഹോദരിയാ, നമസ്കാര ചിട്ട വെച്ച പെണ്ണാണ്, നോമ്പുകൾ കൃത്യമായി പിടിച്ച പെണ്ണാണ്, വാളിന്റെ മജ്‌ലിസിൽ ആക്റ്റീവായി വന്നിരുന്ന പെണ്ണാണ്, ഇൽമ പഠിക്കാനും ഇൽമ കേൾക്കാനും ഇൽമിനോട് വല്ലാതെ താല്പര്യം വെച്ചതായ, മഹബത്ത് വെച്ചതായ പെണ്ണാണ്. പക്ഷെ സുഖമില്ലാതെ കിടപ്പിലാവുകയാണ്. പെണ്ണേ, നീ 10 കൊല്ലം നീ ക്ഷമിച്ചുകൊണ്ട് കിടന്നാലും 20 കൊല്ലം ക്ഷമിച്ചുകൊണ്ട് കിടന്നാലും നീ കിടക്കുന്ന കാലഘട്ടം അത്രയും, നീ ആരോഗ്യപരമാകുന്ന കാലഘട്ടത്തിൽ ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പാഠമല്ല ഇത്, വലിയ പാഠമാണ്. നമ്മളിലും നമ്മുടെ വാപ്പായുമ്മൊക്കെ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പില്ലേ, നമ്മളവർക്ക് എന്തിനെപ്പോ ഈ ഹയവാനൊക്കെ ചെലവെടുക്കുന്നത് എന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്. എന്തിനെപ്പോ വാപ്പാക്കും ഉമ്മാക്കും ഒന്നും ഓർമ്മയൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഗുളിക കൊടുത്താലും കൊടുത്തില്ലേലും, ഭക്ഷണം കൊടുത്താലും കൊടുത്തില്ലേലും എന്നെ അറിയുന്നില്ലല്ലോ എന്ന ചിന്ത നിനക്ക് പാടില്ല. കാരണം എന്തെന്നറിയോ, ഈ വാപ്പായും ഉമ്മായും അവർ ചെറുപ്പത്തിൽ ചെയ്ത നന്മകൾ മുഴുവനും ഈ കടപ്പിൽ കടന്നാലും അള്ളാഹു അവർക്ക് രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെ കുട്ടികളും, കൊച്ചു കുട്ടികൾ പാവങ്ങളുണ്ടാകും, അവരുടെ ജീവിതത്തിൽ കളങ്കമില്ല, നല്ല മനസ്സാണ്, അവർ തെറ്റില്ല. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് സുഖമില്ലാതായി, തീരെ സുഖമില്ലാതെ മന്ദബുദ്ധികളായിട്ടൊക്കെ ചില വീട്ടിലൊക്കെ നമ്മൾ ചില കുട്ടികളെ കാണും. അള്ളാഹു പരിപൂർണ്ണ ശമനം കൊടുക്കട്ടെ, നല്ല ബുദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അംഗവൈകല്യമുള്ള കുട്ടികളെ കാണും, നമ്മളവർക്ക് അള്ളാഹ് ഇങ്ങനെ കൊടുത്തൊരു ബുദ്ധിമുട്ട്, പ്രയാസം. എടാ, ഒരു പ്രയാസമില്ല. ആ കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മരണം വരെ നന്മയാണ് എഴുതുന്നത്. നമ്മൾ നമസ്കരിച്ചതിനേക്കാൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമസ്കാരത്തെയാണ് മലക്കൾ അവന് രേഖപ്പെടുത്തുന്നത്, നോമ്പാണ് അവന് രേഖപ്പെടുത്തുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ കാര്യമാണ് പോയി കിടക്കുന്നത്, കാരണം ബോധമുണ്ട്, കാര്യമില്ല, ഇങ്ങനെ നടക്കുക ദുന്യാവിൽ കൂടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സുഖമില്ലാതെ വാപ്പായുമ്മയൊക്കെ വീട്ടിൽ കിടക്കുമ്പോൾ അള്ളാഹ് ഇവർക്ക് സുഖമില്ലല്ലോ, ഇവരെയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് നീ കരുതണ്ട. വബദനുൻ സാബിറുൻ, അവർ ക്ഷമിക്കുന്ന ശരീരമാണ്. അവർക്ക് ആരോഗ്യപരമായ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന നന്മകളെല്ലാം അള്ളാഹു അവർക്ക് രേഖപ്പെടുത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഗമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ حتى الشوكة يشاكه في قدمي إلا كفر الله بها خطايا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന് ഒരു മാനസിക വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അവൻ്റെ കച്ചവടം തകർക്കപ്പെട്ടു പോയാൽ, രാവിലെ എഴുന്നേറ്റ് കടയിലേക്ക് ചെന്നപ്പോൾ കട കത്തി നശിച്ച് കിടക്കുന്നതായിട്ട് അവൻ്റെ കണ്ണിൽ കണ്ടാൽ, അവൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയാൽ, അവൻ്റെ മക്കൾ ആക്സിഡന്റിൽ പെട്ട് പൊടുന്നനെ മരണപ്പെട്ടു പോയാൽ, അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ, എത്തരത്തിൽ ഹത്ത ശൗകത്തി
യുശാഖുഹു ഫീ ഖദമി, അവന്റെ കാലിലേക്ക് ഒരു മുള്ള് തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അവന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോൻ അസുഖം വന്നല്ലോ അല്ലാ, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നല്ലോ അല്ലാ, എൻ്റെ ഉമ്മയ്ക്ക് ഇത്തരത്തിലുള്ള മാരകമായ രോഗം നീ നൽകിയല്ല അല്ലാ, എനിക്ക് കിഡ്നിക്ക് തകരാറ് തന്നല്ല അല്ലാ, എൻ്റെ യൂട്രസിന് മുഴ നീ നൽകിയല്ല അല്ലാ, എനിക്ക് പല വേഷത്തിലുള്ള വിഷമങ്ങൾ നൽകിയല്ല അല്ലാ, എൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച നൽകിയല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട മുഅ്മിനേ മുഅ്മിനത്തേ, മാമിൻ മുസ്ലിമിൻ യുസീബു മാമിൻ മുസീബിൻ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹമ്മിൻ വലാ അദാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായി? നമുക്കൊരു വിഷമം വന്നു, ദുഃഖം വന്നു, നീ പേടിക്കണ്ടടാ, നിനക്ക് അല്ലാഹു നിന്റെ ചെറുപാപങ്ങൾ പുറത്തു തരിക. കുട്ടിക്ക് അസുഖം വന്നു, നീ വിഷമിക്കണ്ട, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരിക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ക്ഷമിക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ തയ്യാറായ മതി. ബദനുൻ സാബിറുൻ, ക്ഷമിക്കാനുള്ളതാകുന്ന ഒരു ശരീരം നീ എത്തിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. തങ്ങള് ഭാരവാപന് 4 വിവാഹത്തിലൂടെ 49 മക്കളുണ്ടായിരുന്നു അത്രേ. എത്ര വിവാഹം? ചരിത്രം പഠിക്കണം. മൊയ്തീൻ ഷെയ്ഖിന്റെ കേടാ, നീ റാത്തി ബോധി ചുമ്മാ അത് ചീരണി നിന്ന് നല്ല ബിരിയാണി അല്ലടാ എന്ന് പറഞ്ഞ് പോയാൽ പോരാ, കുറക്ക് കാര്യങ്ങൾ പഠിക്കാണ്ട്. ആരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന്? 18ാമത്തെ വയസ്സിലാണ് അറിവ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എത്രാമത്തെ വയസ്സിൽ? 18ാമത്തെ വയസ്സിൽ. എന്താ അതുവരെ പരിപാടി? നാട്ടിൽ കൃഷിയാണ്, മേലാണെങ്കിൽ പണിയെടുക്കും. നല്ല ഭൂസ്വത്തുള്ള ആളാണ്, ഭയങ്കര കാശുകാരനല്ലേ. അവസാനം 40 ദീനാർ 80 ദീനാർ ആ സ്ഥലം വിറ്റ കാശിൽ ഉമ്മ കൊടുക്കണം. വാപ്പ മരണപ്പെട്ടു പോയി. അബൂ സാലിഹ് എന്നാണ് വാപ്പയുടെ പേര്. അദ്ദേഹത്തിൻ്റെ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് നബിതങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബിയുടെ മൂത്ത മകനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമയോ നേരെ ചെന്നെത്തുന്ന എവിടെയാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്ക്. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ മകൻ, 2ാമത്തെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലേക്ക്. അപ്പോൾ വാപ്പ ഹസനി, ഉമ്മ ഹുസൈൻ, രണ്ടുപേരും എങ്ങനെ വന്നാലും എങ്ങോട്ടാ എത്തിച്ചേരുന്നത്? നബിയുടെ പരമ്പരയിലേക്ക്. ഭയങ്കര ആര്? ഉമർ ബിൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു, വലിയ മഹാനാണ്. അബൂ സാലിഹ് എന്നവർ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ആരുടെ ചെറുപ്പത്തിൽ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, അഥവാ വാപ്പ നേരത്തെ മരണപ്പെട്ടു പോയി. ഉമ്മയാണ് നോക്കുന്നത്. 18 വയസ്സ് വരെ മക്കളെ കളവ് പറയരുത്, ജീവിതം ഇങ്ങനെ പഠിപ്പിച്ച് അവസാനം ഈ ഭൂസ്വത്തെല്ലാം കൂടി നേരെ വിറ്റു. പകുതി 40 ദീനാർ സ്വർണ്ണ നാണയം കിട്ടി, അനിയന് കൊടുത്തു. പകുതി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് കൊടുത്തു. 18ാമത്തെ വയസ്സാണ്. അദ്ദേഹത്തിനൊരു സഹോദരൻ, ആ സഹോദരന് 40 ദീനാറും കൊടുത്തു. ബാക്കി 80 ദീനാറാണ് മൊത്തം കിട്ടിയത്. 40 ഇദ്ദേഹത്തിന് കൊടുത്തു. ആ 40 ദീനാറുമായിട്ട് പോകുമ്പോഴാണ്, പഠിക്കാൻ പോകുമ്പോഴാണ് കള്ളന്മാർ പിടിച്ച ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? അന്ന് ഒരു തുണിയുടെ ഒരു സൈഡിൽ തൻ്റെ കുപ്പായത്തിനൊരു ഭാഗത്ത് തുന്നി പിടിപ്പിച്ചിരിക്കുക, എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ദാ വല്ല ഉണ്ടോടാന്ന് ചോദിക്കുമ്പോൾ പറയാം, പിന്നെ ഉണ്ട്. ആ കൊള്ളാം, നിങ്ങൾ ശരിക്കും നോക്കണ്ടേ, തയ്യാറിക്കുന്നത് 40 ദീനാറെന്ന്. സ്വർണ്ണ നാണയാണ്, ദീനാർ സ്വർണ്ണ നാണയാണ്. കാണിച്ചു കൊടുക്കാൻ. കാരണം എന്താ? ഉമ്മ പറഞ്ഞിട്ടുണ്ട് കളവ് പറയരുതെന്ന്. ഇതൊക്കെ ചരിത്രമല്ലേ സഹോദരങ്ങൾ, ഇതൊക്കെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? സാരമായ ചരിത്രമാണോ? 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു. ഹിജ്റ 5ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ. 470 ഹിജ്റയിൽ ജനിച്ചത്. 561 വഫാത്തായത്. 91 വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ. 18ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ പോയി. 33 കൊല്ലം ഇൽമു പഠിച്ചു. എത്ര കൊല്ലം പഠിച്ചു? ഉറക്കെ പറയും. 33 കൊല്ലമാണ് പഠിക്കുന്നത്. ഇവിടെ ഇപ്പം 5 കൊല്ലം പഠിക്കുമ്പോൾ തന്നെ മൂല്യാരായി. എല്ലാം കാണുന്ന റാഹത്ത്, എല്ലാം പഠിത്തമൊക്കെ തികഞ്ഞെന്നാണ് പറയുന്നത്. അള്ളാഹു നാഫിയായാലും പിന്നെ നമുക്ക് ഏത്തി നൽകി അനുഗ്രഹിക്കട്ടെ. കൂടി വന്ന അങ്ങേറ്റം പോയി 7 കൊല്ലം 8 കൊല്ലം. അത് കഴിയുമ്പോഴത്തേക്കും ഇൽമു പഠിച്ചവരിറങ്ങിയ ഉലമാക്കൾ ഇറങ്ങാണ്. പക്ഷേ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 33 കൊല്ലം 18ാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് ഇൽമു പഠിച്ച് തീർന്നപ്പോൾ 51 വയസ്സായി. എത്ര വയസ്സായി പറയുന്നത്? എത്ര വയസ്സായി? പഠിക്ക്. നിങ്ങൾ ഈ ഒരു ഹൃസ്വ വിവരണമായി പറയുന്നത്. ഇത് പഠിച്ചിട്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം ആൾ നിസാരക്കാരനല്ല എന്ന് മനസ്സിലാവും. 33 കൊല്ലം ചുമ്മാ വെറുതെ പഠിക്കല്ല.
കുറച്ച് ദിവസം ദർസിൽ പോകും, പിന്നെ 10 ദിവസം വീട്ടിൽ വന്ന് നിൽക്കും. ആ പഠിത്തമല്ല, ഫുൾ അവിടെ തന്നെ അങ്ങ് നിന്ന് പഠിക്കാൻ. എവിടെ? ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് പോയി. അന്നത്തെ ഉലമാക്കൾ ഏറ്റവും കൂടുതൽ അവിടെയാണ്. അവിടെ പോയി ആദ്യം നഹ്വും സർഫും പഠിച്ചു, പിന്നീട് അവിടുന്ന് ഫിഖ് പഠിച്ചു, കർമ്മശാസ്ത്രം പഠിച്ചു, പിന്നെ താരീഖുകൾ പഠിച്ചു, പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അടുക്കൽ പോയി തഫ്സീർ പഠിച്ചു, പിന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു, പിന്നെ നിദാനശാസ്ത്രം പഠിച്ചു. എല്ലാ ഫന്നും غُصْتُ بحر العلوم من كل فن سرت في العصر أوحاد العلماء എല്ലാ ഫന്നിലും ഞാൻ മുങ്ങിക്കുളിച്ചു. ആര് പറയാൻ? ബഹുമാനപ്പെട്ട ഹൗസുല്ലാദ് അങ്ങനെ പറയാം. ഉസ്തു, ഞാൻ മുങ്ങിയടോ. എവിടെ? ബഹറല്ലുലൂമി മിൻ കുല്ലി ഫന്നി, എല്ലാ ശാഖോപശാഖയിലുള്ള ഇൽമുകളിൽ. അക്കാലഘട്ടത്തിലോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഇരുന്ന് അവരുടെ പൊരുത്തം വാങ്ങി അങ്ങനെ പഠിക്കുക. എത്ര കൊല്ലം പഠിച്ച്? 33 കൊല്ലം പഠിച്ചപ്പോൾ പഠിച്ചു തീർന്നു. അവരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ രാമന്മാരും ഉറക്കൊഴിച്ചുള്ള പഠിത്താണ്. അങ്ങനെ പഠിച്ചിട്ട് 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചിന്തിച്ചു, അല്ലാഹ്, ഞാനൊരു സുന്നത്ത് കൊണ്ടുവന്നില്ലല്ലോ. എല്ലാ സുന്നത്തും ഞാൻ കൊണ്ടുവന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് കൊണ്ടുവന്നില്ലല്ലോ. വിവാഹം കഴിപ്പിച്ചില്ലല്ലോ. വിവാഹം കഴിച്ചില്ല. വിവാഹം ഇതുവരെ കഴിച്ചില്ലല്ലോ. വയസ്സ് 51 ആയല്ലോ. അല്ലാഹ്, അദ്ദേഹം പിന്നീട് വിവാഹം കഴിച്ചു. 4 സ്ത്രീകൾ വിവാഹം കഴിച്ചു. എന്താ അങ്ങനെ കഴിച്ച ഉസ്താദെ? അത് കഴിക്കാൻ കാരണം അദ്ദേഹം ചിന്തിച്ചത് വിവാഹത്തിലൂടെ എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം. അതെന്താ? ഫൈനി ഉബാഹി ബിക്കും യൗമൽ ഖിയാമ. ഈ സമൂഹം അധികരിക്കുന്നതുകൊണ്ട് എൻ്റെ സമുദായം നാളെ എത്തുമ്പോൾ ഓരോ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഹ്ശറിലെത്തുമ്പോൾ എൻ്റെ സമുദായം അവരെക്കാൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാണാൻ ഞാൻ അഭിമാനിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മക്കളുണ്ടാവട്ടെ എന്ന നിലയ്ക്ക് 4 വിവാഹം കഴിച്ചു. അതിലൂടെ 49 മക്കളുണ്ടായി. എത്ര മക്കൾ? 49. എത്രാമത്തെ വയസ്സ്? 51 വയസ്സ്. 91 വയസ്സ് വരെ അദ്ദേഹത്തിന് എത്ര മക്കളായി? എത്ര മക്കളായി എന്ന് പറയും മനുഷ്യവരെ. നിങ്ങൾക്ക് എന്താ നാണം തോന്നുന്നുണ്ടോ? 49 വയസ്സ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണിത്? നബിതങ്ങളുടെ സമുദായം അധികരിക്കണം എന്നുള്ള നിയ്യത്ത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൽ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്. ബാക്കിയായത് എത്ര മാത്രം? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അതിന് 35 മക്കൾ മരണപ്പെട്ടു പോയി. ബാക്കിയായത് വെറും എത്ര മക്കള്? 14 മക്കൾ. അതിൽ ഒരു പെൺകുട്ടിയും ബാക്കി 13 ആൺകുട്ടികളും. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയി. നിങ്ങൾ ചിന്തിക്കാർക്ക്? മഹാനായ ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഈ കൊച്ചുകുട്ടികൾ 35 പേരെയും ചെറുപ്പത്തിൽ കൊണ്ടുപോയി കബറടക്കിയ മഹാനാണ് ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഹൃദയം ചാഞ്ചല്യപ്പെട്ടിട്ടില്ല, പതറിയില്ല. ബദനുൻ സാബിറുൻ, ക്ഷമിക്കുന്നതാകുന്ന ശരീരം. അപ്പൊ നമുക്ക് മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ കടന്ന് ഇളകണ്ട, നീ ക്ഷമിക്കുന്നതിനാണ് വിജയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ക്ഷമിച്ചാൽ നിനക്ക് കൂലി. നിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ, നിന്റെ കാലിൽ, മുഅ്മിനിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അവന്റെ പാപം പൊറുക്കാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് പഠിക്കേണ്ട പാഠം. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, സാമ്പത്തിക തടസ്സം, നോട്ട് നിരോധനം വന്നത്. എന്താ അവിടെ പ്രശ്നം? ഒരു വിഷയമല്ല. മുഅ്മിനൊരു ഭീതിയില്ല, നീ പേടിക്കണ്ട, നീ എപ്പോഴും അങ്ങനെ തന്നെ നിന്നോ. എന്താ കാരണം? അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ. ദുനിയാവെന്ന് പറഞ്ഞാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലറയാൻ. പക്ഷെ ആ ജയിലിൽ കിടന്നിട്ട് പോലും നിനക്കൊരു സുഖം കിട്ടുന്നില്ല ഇവിടെ. പിന്നെന്താ നീ പേടിക്കുന്നത്? വജന്നത്തുൽ കാഫിരി, കാഫിറിന് ഇവിടെ സ്വർഗമാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ അവർ സൂഹിക്കട്ടെ, ഇവിടെ നീ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ അങ്ങനെ ക്ഷമിച്ചങ്ങ് പോ. നീ ക്ഷമിക്കാൻ തയ്യാറാകും. വബദനുൻ സാബിറുൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുനിയാവിൽ എത്തിക്കുന്ന 3ാമത്തെ നിധി ക്ഷമിക്കുന്ന ശരീരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു സദഖതി അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യു സദഖതി അഫ്ളലു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ മറുപടി കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, رجل صحيح شحيح تأمل الغنى وتخشى الفقر. أنت رجل صحيح شحيح
തഉമലുൽ ഗിനാ വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യത്തെ ഭയക്കുകയും സമ്പത്തിനെ കൊതിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നീ കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്കയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ, സമ്പത്തിനോട് ഭയങ്കര കൊതിയും ഇത് തീർന്നു പോകുമെന്നുള്ള ഭയപ്പാടും. കറക്റ്റ് അല്ലേ? അതില്ലാത്ത ആരാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്തിക്ക്. അതില്ലാത്തവരുണ്ടെങ്കിൽ പറയുന്നത് കൈസ് പഠിക്കാമല്ലോ. ആരാ ഉള്ളത് നോക്കട്ടെ. ആർക്കും അതില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ കാശുകാരാണ്. അപ്പം എല്ലാവരും തരണം. അല്ലാഹു സ്വീകരിക്കട്ടെ. സമ്പത്തിനോട് താല്പര്യവും തീർന്നു പോകുമെന്നുള്ള പേടിയും, അതാണ് ഈ നോട്ട് നിരോധനം GST വന്ന മുതൽ എല്ലാവരുടെയും മനസ്സിലതാണ്. പടച്ചോനെ, സമ്പത്ത് ഇതെങ്ങനെ ഇത് തീർന്നു പോകുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്വതക്കയാണ് അയ്യു സ്വതഖത്തി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ മറുപടി കൊടുത്തത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇപ്പൊ കൊടുക്കുന്ന കൊടുപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കാൻ, സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുണ്ട്, എല്ലാവരും ഉൾപ്പുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഈ ദീനിനെ സഹായിക്കാൻ കഴിയുക? എന്ത് ചോദ്യമാണ് ആ നബിയുടെ ചോദ്യത്തിന്റെ ഗൗരവം. നബിയുടെ പിരിവായി പറയുന്നത്. പിരിവൊക്കെ ദീനിലുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിക്കുന്നവരിതാ കേട്ടോളി, നബി പിരിവെടുത്ത കഥയെ പറയുന്നു. സഹീഹുൽ ബുഖാരി, തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഈ പറയുന്നതൊക്കെ ആയത്ത് ഹദീസ് ഓതി പറയുന്നതിനാ നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഉറക്കാൻ വേണ്ടിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ഈ ദീനിനെ സഹായിക്കാനുള്ളത്? തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്നതിനുള്ള സാധന സാമഗ്രികൾ ഇസ്ലാമിലേക്ക് ഇതാ റസൂലുള്ളാഹി ആവശ്യപ്പെടുകയാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ആവശ്യപ്പെടുമ്പോൾ ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നിൽക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, അലയ്യ ബിമിഅതി ബിലിം ബിഹലാഫിഹാ വഖതാബിഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ഇതാ ഞാനിതാ 100 ഒട്ടകങ്ങളെയും അതിനുള്ള സാധന സാമഗ്രികളെയും ദീനിന് വേണ്ടി നൽകുകയാണ് നബി. 100 ഒട്ടകം എന്താ പറയുന്നത്? അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വണ്ടിയാണ്. ഇപ്പോൾ ഒരാൾ പിരിവ് വയ്ക്കുമ്പോൾ എഴുന്നേറ്റ് പറയാം, ഉസ്താദേ അതെ ഒരു 100 BMW പോരെ എന്നാരെങ്കിലും എഴുന്നേറ്റ് പറയുക. 100 BMW എഴുന്നേറ്റ് നിന്നിട്ട് ആരെങ്കിലും പറയുക? ചിന്തിച്ചു നോക്ക്. ഞാൻ പറയാം, ഇതൊക്കെയാണ് കൊടുക്കലെന്ന് പറയുന്നത്. പണമുള്ള ആളുകളുടെ കൊടുക്കലാണ്. അങ്ങോട്ട് കൊടുക്കാൻ എഴുന്നേറ്റ് വന്നു ആരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് 100 ഒട്ടകം. അതും ചുമ്മാ ടപ്പട്ടാന്നല്ല. നമ്മൾ പള്ളിയിലെ മൂലിയാർക്ക് പിന്നെ പെരുന്നാളിന് പൈസ കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? 10 നോട്ട് ഇങ്ങോട്ട് എടുക്കും. അത് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ കയറി പറഞ്ഞ് ഒട്ടിച്ചാണെങ്കിൽ ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഉസ്താദിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കും. എനിക്ക് തന്നെ എത്ര പേര് തന്നിരിക്കുന്നത്. ഇതിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ കരുതും അല്ലാഹ് കാര്യമായിട്ട് എന്തുകൊണ്ടെന്ന് കരുതി കാക്കയുടെ പേരൊക്കെ ചോദിച്ച് പ്രത്യേകം കുറിച്ചൊക്കെ എടുത്ത് ഭയങ്കര മുസാഫയൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് ഇതിങ്ങനെ എടുക്കും നോക്കുമ്പോൾ 10 നോട്ട് അയവാൻ തന്നിരിക്കുകയാണ്. 100 രൂപ. കൊല്ലത്തിൽ ഉസ്താദിന് പെരുന്നാപ്പൊടി തന്നാൽ പിന്നെ ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി. ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക. എൻ്റെ അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കൊല്ലത്തിൽ കൊടുക്കുന്നത് ഹദിയ. ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ പറയാൻ നമ്മളെപ്പോലെയുള്ള മൂല്യമാരും വേണ്ടേ? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സ്ത്രീകൾ ഉൾപ്പെടെ അറിയട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 10 നോട്ട് അതിങ്ങനെ എങ്ങനെ ചുമ്മാ പിടിക്കല്ല. അതെങ്ങനെ തന്നെ ഉസ്താദ്മാർക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചിലർക്കൊരു ശീലം. ഇപ്പോൾ ഒരു 10,000 രൂപ കൊടുത്താലും അതിനകത്തൊരു 50ൻ്റെ 10 നോട്ടുണ്ടാവും. കാരണം എന്താ? ഉസ്താദിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഉസ്താദിനൊരു കനപ്പിക്കട്ടെ എന്ന്, ഒന്ന് കനക്കട്ടെ. ആണില്ലല്ലോ നിങ്ങൾക്ക്. അതൊക്കെ ശൈലിയൊക്കെ അങ്ങ് മാറ്റി സമൂഹത്തിന് ഓരോ വൃത്തികെട്ട ആചാരങ്ങൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് കീറി പറഞ്ഞ നോട്ടുകൾ. ഇതൊക്കെ എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതിനല്ലേ വാത് നന്നാകണ്ടേ? ആകെ കൊടുക്കുന്ന വർഷത്തിൽ കൊടുക്കുന്ന സദക്കയാണ് മൂലിയാർ കൊടുക്കുന്നത്. അതിൽ തന്നെ കീറി പറഞ്ഞത് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക മൂലിയാറെ കയ്യിലോട്ട്. മൂലിയാർ കൊടുത്ത് അള്ളാഹ് 5000 കിട്ടിയെന്ന് കരുതിയിട്ട് കാര്യമായിട്ട് ഹാജിയാറെ പേരൊക്കെ എഴുതി കൊണ്ടുപോവുക. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഉണ്ടത്തേക്ക് ഇതാ സ്ഥിതി. ഇതൊക്കെ സമൂഹത്തിൽ നടന്ന അനുഭവസ്ഥനാണ്. ഇതൊക്കെ പറയുന്നതിന് നമുക്കെന്താ കാര്യം? എത്രയോ മഹല്ലുകൾ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ശരിയല്ലേ പറഞ്ഞത്? ശരിയല്ലേ? ഷംസീറിനോട് ചോദിച്ചാൽ അവൻ്റെ നാട്ടിലും അതേപോലെയാണ്, കാസർഗോഡ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യം. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക കുറവെന്ന് മാത്രമല്ല, കൊടുക്കുന്ന ശൈലിയും ഈ കോലത്തിലാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകരുത്. അതൊക്കെ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി ഇത് പറയുന്നത്. നമ്മളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളി.
നമ്മളെ ശ്രദ്ധിച്ചോളി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കണ്ട ഇതാ വന്നു, സ്വർണം വന്നു. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സ്ത്രീ 2000 രൂപ, അള്ളാഹു സ്വീകരിക്കട്ടെ. വരുമെന്ന് എനിക്കറിയാല്ല, അത് നമ്മുടെ ചരിത്രം പറയുന്നു. എങ്കിൽ ഞാനിങ്ങനെ നിൽക്കലില്ല, സാധാരണ വേഗം മാറും. എനിക്കറിയാം ഇവിടെ ഉസ്താദ് കൊടുക്കുന്നവരുണ്ടെന്ന്. കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരിങ്ങ് തന്നിട്ട് നമ്മൾ വേഗം ദുആയിലോട്ട് കിടക്കും. എന്നിട്ടാണ് 4-ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ചരിത്രം ഒന്ന് കേട്ടോളി. 100 ഒട്ടകം അവിടെ കൊടുക്കുക. അക്കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വാഹനമാണ് എന്ത്? ഒട്ടകം. അതങ്ങ് കൊടുക്കാൻ. ഇന്നിപ്പോൾ ഒരു ബെൻസ് ഒരാൾ ഉസ്താദ് അല്ലെങ്കിൽ ഓടി 100 എണ്ണം ഞാൻ തരാമെന്ന് ആരെങ്കിലും പറയുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് കൊടുതി? നിസാര കൊടുതിയാണോ? 100 ഒട്ടകം അവിടെ കൊടുക്കുക. ഒട്ടകം നിസാരല്ല, അക്കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വാഹനമാണ്, നല്ല വിലയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. നബിയുടെ പിരിവെന്ന് പറഞ്ഞാൽ 1.5 പിരിവാണ്. നബി മൈൻഡ് ചെയ്യുന്നില്ല. 100 BMW കൊടുക്കാന്ന് പറഞ്ഞിട്ട് നബി ശ്രദ്ധിക്കുന്നില്ല, അങ്ങോട്ട് ശ്രദ്ധയെ കൊടുക്കുന്നില്ല. അവിടെ നിന്ന് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിന്നിട്ട് നബിയെ 100 ഒട്ടകം തരാൻ ആരും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. നബി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. നബി ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് വീണ്ടും ചോദിക്കാൻ, ആരാണിപ്പോൾ ദീനിനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? തബൂക്ക് യുദ്ധത്തിന് പോകേണ്ടതാണ്, ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നബിയെ 100 ഒട്ടകം തരാമെന്ന്. അങ്ങോട്ട് നബി നോക്കുന്നു എന്നില്ല. നബിയുടെ പിരിവ്. നമ്മളിവിടെ 10 രൂപ എന്നാലും അള്ളാഹു അങ്ങോട്ട് നോക്കും. എന്തിനായില്ലേ? ഇത് നോക്കുന്ന തന്നെ ഇല്ല. നബിയുടെ പിരിവിന്റെ ശരി ഞാൻ പറഞ്ഞു തരാണ്. ശ്രദ്ധിച്ചോ. അടുത്തത് ഇതൊക്കെ സ്വഹീഹുൽ ബുഖാരിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഈ ദീനിനെ സംരക്ഷിക്കാനുള്ളത്? ദീനിനെ സംസ്ഥാപിക്കാൻ ആരാണുള്ളത്? തബൂക്ക് യുദ്ധത്തിലേക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വാങ്ങാൻ ആരാണ് സഹായിക്കാനുള്ളത്? ഫഖാമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. രണ്ടാമതും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാ. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, അലയ്യ ബിമിഅതൈ ബിലിൻ ബിഅഹ്ലാഫിഹാ വഖതാബിഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ 200 ഒട്ടകങ്ങൾ നൽകാം നബിയേ. 200 കമനീയ ഒട്ടകങ്ങൾ നൽകാം നബിയേ. സുന്ദരികളാകുന്ന ഒട്ടകത്തെ മാത്രമല്ല, ആ ഒട്ടകത്തിന്റെ ചീനുകളും ആ ഒട്ടകപ്പുറത്തിടേണ്ട സാധന സാമഗ്രികളും ഒട്ടകക്കട്ടിലും ഉൾപ്പെടെ അതിന്റെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ വാളും പരിചയം ഉൾപ്പെടെ എല്ലാം ഞാൻ നൽകാം നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്താനുള്ളത്? കരിമാക്കാടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്മനം ഉസ്താദ് ചോദിക്കുന്നത് എൻ്റെ വീട്ടിലെ റേഷൻ വാങ്ങാൻ വേണ്ടിയല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവരാകുന്ന സാധുക്കളാകുന്ന ജനങ്ങളെ സഹായിക്കാൻ ഔസിയയുടെ പ്രവർത്തകർ കൈനീട്ടുകയാണ്. അവർക്ക് വേണ്ടി എൻ്റെ ചോര നീരാക്കുകയാണ്. ഞാനിതാ ഒച്ചയിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, പാവങ്ങളെ സഹായിക്കാനുണ്ടോ? കൊടുക്കണേ. പണമുണ്ടായിട്ട് കാര്യമില്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ആർക്കാണ് കഴിയുക സാബ? ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്കല്ല ചോദിക്കുന്നത്, നബി തങ്ങളുടെ മകളാകുന്ന ഫാത്തിമയെ വിവാഹം കഴിപ്പിച്ചയക്കാനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം ദീനിന് വേണ്ടിയാ, ഈ പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനത്തിനാ. ഹബീബായ നബി തങ്ങൾ ചോദിക്കുമ്പോ ഫഖാമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, അലയ്യ ബിസലാസിമിഅത്തിൻ ബിഅഹ്ലാഫിഹാ വഖതാബിഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ 300 ഒട്ടകവും അതിലുള്ള സാധന സാമഗ്രികളും ഞാൻ നൽകാം നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബഖിൻ ദാലിക മാലുന റാബി. സന്തോഷമാണ് ആനന്ദമാ, അതിലൂടെ രക്ഷപ്പെടുകയാണ്. മാളറ ഉസ്മാൻ. ഹബീബായ നബി തങ്ങൾ വാഗൊണ്ട് പറയുകയാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലയോ, ഇന്ന് ആർക്കും മറക്കി വെക്കാൻ പറ്റാത്ത വർത്തമാനമല്ലയോ. മാളറ ഉസ്മാൻ മാ ബഅമില ബഅദ ഹാദൽ മാളറ ഉസ്മാൻ സാബാ
ഉസ്മാൻ പിഴച്ചിട്ടില്ല. മാ അമില ബഅദ ഹാദല്ലോ, ഈ പ്രവർത്തനത്തിന് ശേഷം, ഈ 300 ഒട്ടകങ്ങൾ ദീനിലേക്ക് കൊടുത്തതിന് ശേഷം ഉസ്മാനിന് നരകത്തിലേക്ക് എറിയപ്പെടൂല, സ്വർഗമാണ് ഉസ്മാൻ ഉള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. 1000 ദീനാറുകൾ സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. ഹബീബായ നബി തങ്ങൾ ഇതാ കമ്പനിതങ്ങൾ ഇരിക്കുകയാണ്. തന്റെ മടിത്തട്ടിലേക്ക് ആ തുണിയൊന്ന് അഴിച്ചിട്ട് ആ സ്വർണ്ണ നാണയങ്ങൾ പ്രവാചകൻ മടിയിലേക്ക് ഇടുകയാണ്. ഹദീസിൽ കാണാം നബി തങ്ങൾ ആ സ്വർണ്ണത്തിന്റെ ദീനാറുകൾ എടുത്തു വെച്ചുകൊണ്ട്, സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കളിക്കുകയാണ്. നബി തങ്ങൾ കൈയിട്ടുകൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു അത്രേ, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ പിഴക്കൂല കേട്ടോ. ഉസ്മാൻ സ്വർഗത്തിലാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദരാ, പണം കൊടുത്തിട്ട് സ്വർഗം വാങ്ങുകയാണ് ഉസ്മാൻ. കരുമക്കാടുള്ള സഹോദരങ്ങളെ, സ്വർഗം വേണോ എന്ന് ചോദിക്കുന്നത് വെറുതെയല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് സ്വർഗം കിട്ടിയത് കൊടുക്കലിലൂടെയാണ്. പണം പാവങ്ങൾക്ക് കൊടുക്കലിലൂടെയാ, അള്ളാന്റെ ദീനിനെ സഹായിക്കലിലൂടെയാ. ഈ കരുമക്കാടുള്ള സഹോദരങ്ങൾ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുമ്പോ, കിഡ്നിക്ക് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുമ്പോ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടേതാ കയ്യിൽ വെച്ച് കൊടുക്കുന്ന സാന്ത്വനം പകരുന്ന ഈ സംഘടനയോട് നിൽക്കണേ, ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണേ. അതിൽ അനുഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 4-ാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? പിന്നെ വേറെന്തോ രാഷ്ട്രീയം പറഞ്ഞുതരാന്ന് പറഞ്ഞ നേരത്തെ അത് ഓർക്കുന്നുണ്ടോ? എന്ത് ദുആ? ആ ടെൻഷൻ മാറണം. നിനക്കെന്ത് ടെൻഷൻ മാത്രം? കൊച്ചിറക്കാൻ അവൻ പറയാം എനിക്ക് ടെൻഷൻ മാറണം. അവന് പരീക്ഷയൊക്കെ പഠിക്കുന്നുണ്ടാവും, അപ്പോൾ അതിലേക്ക് ടെൻഷൻ. അപ്പോൾ പിള്ളേർ കണ്ടില്ലേ, പിള്ളേരെക്കാരും വലിയ ബാഗും തൂക്കി പുസ്തകമാണ് തൂക്കിക്കൊണ്ട് പോകുന്നു. വലിയ ടെൻഷൻ തന്നെയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്ലേറ്റ് പെൻസിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എത്ര ബാഗും എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ്. കുട്ടികൾ ഇതൊക്കെ മനപ്പാടാക്കേണ്ടി വരുമല്ലേ. എത്ര എസ്സയാണ് പഠിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. 4-ാമത്തെ കാര്യം, ഈ ദുനിയാവിലെ 4-ാമത്തെ നിധി, നിങ്ങളുടെ ഈ ദീനിന്റെ മേൽ സഹായകമാകുന്ന ഭാര്യയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ ഉള്ള ഭാര്യമാര് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കും ഇക്ക എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്നതാണെങ്കിൽ ദീനിനെ സഹായിക്കുന്നതാണ്. നേരെ മറിച്ച് കടക്ക് ന്യൂ ഇയറൊക്കെ അല്ലേ നിങ്ങളുടെ കടക്ക് എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണരണം. അങ്ങനെയാണല്ലോ, ഭാര്യ ഡൗൺ ആവുമ്പോൾ നമ്മൾ ദീനം കൂടുവരണം. ഭർത്താവാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നിന്നോടൊപ്പം സഹായകമായ നിന്റെ ഭാര്യയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. ദുനിയാവിലെ 4-ാമത്തെ നിധിയാണ് നീ ഒരുമിച്ച് കൂട്ടിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളെപ്പോഴും ദുആ രക്കണേ, എന്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, കൺകുളിർമയാകുന്ന സന്താനങ്ങളെ, ഭാര്യമാരെ, ഇണകളെ എനിക്ക് നീ നൽകണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഭാര്യമാരും ദ്വാരക്കണം, സഹോദരിമാരും ദ്വാരക്കണം. അള്ളാഹു എനിക്ക് കിട്ടുന്ന ഭർത്താവും എനിക്ക് ഖൈറുള്ളതാക്കണേ ദ്വാരക്കാൻ ഇതേ ദ്വാന മതി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എപ്പോഴും ദ്വാരക്കേണ്ട ദ്വാണ്. നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ദ്വാരക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാണ്ട. നമ്മളെപ്പോഴും ഇങ്ങനെ നൊട്ട വിട്ടിരിക്കുകയാണ്. നമ്മൾ ആമീൻ പറഞ്ഞ് റാഹത്തായിട്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 4 നിധികൾ പഠിച്ചില്ലേ? 1 അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ്, 2 അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം, ക്ഷമിക്കാൻ കഴിയുന്നതാകുന്ന ശരീരം, 4-ാമത്തത് നിങ്ങളെ ദീനിൻ്റെ മേൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ, ഇണ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഉള്ള ഭാര്യയെ അള്ളാഹു സാലിഹത്വമാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹ്യങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. ഇനി ദുആഉൽ കർബ്, മാനസിക വിഷമങ്ങൾ മാറാൻ, ടെൻഷൻ മാറാൻ ഈ ദുആ ചെയ്താൽ മതി. ഏതാ ദുആ എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് കൂടെ ചെല്ലണം. ചെല്ലൂല ഇൻഷാ അല്ലാഹ്? ഉറക്കെ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ
അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത്രേ ഉള്ളൂ. ആകെ 3 വരിയേ ഉള്ളൂ. എന്തെളുപ്പമാണ്. അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളി. മൊബൈലുള്ളവരൊക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിച്ചോളി. ഇത് ശ്രദ്ധിച്ചോ. എന്താണിത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് റബ്ബിൻ്റെ മദ്ഹ, അള്ളാഹുവിനെ ഉയർത്തി പറയാണ്. ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സങ്ങനെ ശാന്തവും. ഇതാര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിൻ്റെ ദുആ തന്നെ ദുആഉൽ കർബ് എന്നാണ്. മാനസിക വിഷമങ്ങൾ മാറാനുള്ള ദുആ. ഇത് ചൊല്ലി നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് ഭാര്യ അകത്ത് കയറുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ അടിച്ച് നീ നീറണ്ട, നീ എന്ത് ചെയ്തോ, ഇത് ചൊല്ലിക്കോ. അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ, കുട്ടികൾ ഒരു 10 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് പരീക്ഷകളിലോട്ട് കയറിക്കേ. കാണാതെ അങ്ങോട്ട് പഠിക്കുന്നത് ചെറിയതല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. 1 മിനിറ്റ് ഒന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ നീ 3 പേജ് 4 പേജൊക്കെ ഉള്ള എസ്സേ പഠിക്കുന്നവനല്ലേ. എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ? സുഖമായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 11 അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 3 സ്വലാത്ത്. അത് കഴിഞ്ഞാണ് നമ്മുടെ ദുആ ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും അവരുടെ മനസ്സിലുള്ള നിയ്യത്ത് കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആ നിയ്യത്തുകൾ സാധൂകരിച്ച് അല്ലാഹു നൽകട്ടെ. ഈ രാവിലെ ഒരുപാട് മോശത്തരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ മക്കളെ, കൂട്ടുകുടുംബാദികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അയൽവാസികളെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ രാവിലെ അള്ളാഹു കാരുണ്യം വർഷിക്കുന്ന രാവാക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു കാരുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم، يا مفرد الهموم، يا مفرد الهموم فرج همومنا يا الله. يا حي يا قيوم برحمتك نستغيث. سبحان الله العظيم وبحمده، سبحان من يجير ولا يجار عليه، سبحان من لا يبرأ من الحول والقوة إلا إليه، سبحان من التسبيح بمنه على من اعتمد عليه، سبحان من يسبح كل شيء بحمده. سبحانك اللهم لا إله إلا أنت يا من يسبح له الجميع تداركنا بعفوك فإنا جزوع يا أرحم الراحمين.
الراحمين اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة الأنية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله يا أرحم الراحمين أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കണേ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ തൗഫീഖ് നൽകണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായ പരസ്യമായ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ വെട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ അഹങ്കാരത്തെ നീക്കണേ അല്ലാ ലോകമാന്യത നീക്കണേ റബ്ബേ നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട് റബ്ബേ ഞങ്ങളുടെ നിയ്യത്തുകൾ മുഴുവൻ സാധൂകരിച്ച് നൽകണേ അല്ലാ ഈ സംഘടനയ്ക്ക് നല്ല നിയ്യത്തുകളുണ്ട് റബ്ബേ ഓസിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരെ നീ കബൂലാക്കണേ അല്ലാ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ അവർക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ വെക്കുന്ന സർവരെയും കബൂലാക്കണേ അല്ലാ അവരുടെ നിയ്യത്തുകൾ മുഴുവൻ സാധൂകരിച്ച് കൊടുക്കണേ അല്ലാ എല്ലാ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി തരണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ പ്രത്യേകിച്ച് കാലവിപത്തുകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ ലോകം മുഴുവനും അശ്ലീലതയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടും സലാത്ത് കൊണ്ടും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടും ഖുർആനിക വചനങ്ങൾ കേട്ടുകൊണ്ടും വാദ കേട്ട് 12 മണിയോടടുത്ത സമയത്ത് നിന്റെ ദർബാറിലേക്ക് ഞങ്ങളിതാ പൊട്ടിക്കരയുകയാണ് അല്ലാ ഞങ്ങളുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ച് നൽകണേ അല്ലാ മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പരിപൂർണ്ണ ശമനം നൽകണേ അല്ലാ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായസ് നീ നസീബാക്കണേ അല്ലാ സർവോപരി സദസ്സിൽ വന്നു ചേർന്ന ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അയൽവാസികളുണ്ട് പടച്ച റബ്ബേ പാവപ്പെട്ട ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് നീ അവരെ കബൂലാക്കണേ അല്ലാ അവരുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ ഈ കരുമക്കാട് ദേശത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഇവിടേക്ക് വന്നു ചേർന്നതാകുന്ന സഹോദരങ്ങളടക്കം കാസർഗോഡ് നിന്ന് വന്ന പ്രിയപ്പെട്ട ശംസീർ എന്ന സഹോദരടക്കം അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ നിയ്യത്തുകളെ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട് സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ ആബിദീങ്ങളാക്കണേ അല്ലാ ഹാഫിദീങ്ങളാക്കണേ അല്ലാ നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്രദമുള്ള മാതാപിതാക്കളായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാ പലരും കൊപ്പിപൊട്ടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന വേളയാണ് കള്ളു കുടിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാരും കാക്കണേ അല്ലാ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് പുതിയതാകുന്ന പുതുവത്സരത്തെ വരവേൽക്കുന്ന ഈ സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അടുത്ത വർഷങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ ഞങ്ങളുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ അവിടെ പഠിത്തത്തിൽ പുരോഗതി നൽകണേ അല്ലാ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നിലനിർത്തണേ അല്ലാ
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ സർവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, വിനീതന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽരാജ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് ഈ കൊടുത്താട്ടിലാണ്. അല്ലാഹുവേ, ആ സഹോദരന് മുഹമ്മദ് ആരി എന്ന സഹോദരന് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അതുപോലെ സംഘടനയുടെ സെക്രട്ടറി അഷ്റഫ് സാഹിബിന് കുടുംബത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഭക്ഷണം നൽകിയ ഹരി സാഹിബ് കുടുംബത്തിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഓസിയുടെ പ്രവർത്തകരായിട്ടുള്ള ഏതൊക്കെ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ടോ, ഏതൊക്കെതാകുന്ന മഹത്തുക്കളുണ്ടോ, ഉലമാക്കളുണ്ടോ, ഉമറാക്കളുണ്ടോ, ആരൊക്കെ ഇതിന് സായസ്സം നൽകുന്നവരുണ്ടോ, സായം ചെയ്യുന്നവരുണ്ടോ, അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. സർവോപരി നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ നൂറു കി ജൽവാ, നൂറു കി ജൽകാ, നൂറു കി മഹഫിൽ ജാ മദീന തുജേ സലാം. ലോകം മുഴുവനും ഇതാ പ്രകാശം കരുത്തുമ്പോ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടത്തേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ എത്തിക്കണേ അല്ലാ. ഈ പുതുവർഷം ഞങ്ങൾ പുലരിയിലേക്ക് കിടക്കുന്നത്, പുതുവർഷ പുലരിയിലേക്ക് ഞങ്ങൾ ആനന്ദം കൊള്ളുന്നത് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടത്തേക്ക് വേണ്ടി സലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. പരിശുദ്ധമായ ഹുബ്ബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിരികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഹബീബ്? നബി തങ്ങൾ ഖന്തക്കിന്റെ കടങ്ങ് കുഴിക്കുമ്പോ 4 ദിവസമായി ഭക്ഷണം കഴിച്ച പ്രവാചകൻ ഒട്ടിയ വയറുമായി 3 ദിവസമായി ഭക്ഷണം കഴിച്ചതായ ഒട്ടിയ വയറുമായി നിൽക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, മയ്യുരീഹുനാ മയ്യുരീഹുനാ, ആരാണ് ഞങ്ങളെ ഒന്ന് റാഹത്താക്കാനുള്ളത്, ഞങ്ങൾക്കൊരു പുതുജീവൻ നൽകാനുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉടനെ സഹാബത്ത് പാടുകയാണ്, സഹാബത്ത് ഉടനെ പാടുകയാണ്, വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. എത്ര നല്ല സുന്ദരമായ കാവ്യശകലമാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പാടുകയാണ്, വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി. നബിയേ നബിയേ, അവിടുത്തേക്കാൾ സുന്ദരനായ ഒരു വ്യക്തിത്വത്തെ എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. അവിടുത്തേക്കാൾ സുന്ദരനായ ഒരു വ്യക്തിത്വത്തെ ഇന്ന് വരെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ഇത് പാടുമ്പോൾ സഹാബത്തിന് പുതുജീവനാണ്. അല്ലാഹുവേ, പുതുവർഷ പുലരിയിലേക്ക് കടക്കുന്ന ഈ സഹോദര സഹോദരിമാർക്ക് റബ്ബേ നിന്റെ ഹബീബിനോടുള്ള ഇഷ്ഖ് നീ വർദ്ധിപ്പിക്കണേ അല്ലാ.